നായയെ പോലെ മനുഷ്യരോട് ഇണങ്ങുകയും കൂറു കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റൊരു ജീവി ഉണ്ടാവില്ല. ഉടമകളെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു നായയുടെ വാർത്തയിലേക്കാണ് ഇനി. ഹിമാചലിലെ ബിർ ബില്ലിങ്ങിൽ മലകയറ്റത്തിനിടെ വീണു മരിച്ച 2 പേർക്ക് കാവലിരുന്ന വളർത്തുനായ. മരണവിവരം മറ്റുള്ളവരെ അറിയിക്കാൻ 2 ദിവസം കുറിച്ചുകൊണ്ടേയിരുന്നു. അക്ഷയ ബിജു ചേരുന്നു. ഗുഡ് മോർണിംഗ് അക്ഷയ. അക്ഷയ, ശരിയാണ്, നമ്മളൊക്കെ വളർത്തു മൃഗങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ തിരിച്ച് അവരുടെ സ്നേഹം ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വല്ലാതെ ഞെട്ടിപ്പോവും. ഇവർക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? ഈ 2 പേർ മരണപ്പെട്ടു പോയി. പിന്നീട് ഈ നായ കുരച്ച് എല്ലാവരെയും അറിയിച്ചോ? എന്താണ് ഈ നായക്ക് സംഭവിച്ചത്? ഹിമാചലിലെ ബിർബില്ലിങ്ങിലാണ് ഈ കൊടുമുടിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. 4 പേര് ചേർന്നിട്ട് ഒരു ട്രെക്കിംഗ് തീരുമാനിക്കുകയാണ്. കാലാവസ്ഥ വളരെ മോശമായപ്പോൾ 2 പേര് തിരികെ പോയി. പക്ഷെ 2 പേര് ഈ യാത്ര തുടർന്നു. അവരോടൊപ്പം ആൽഫ എന്ന ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ഒരു നായയാണിത്. ഇവരെയൊപ്പം ഇതും അനുഗമിക്കുകയാണ്. അങ്ങനെ ഇവർ അവിടെ തെന്നി താഴേക്ക് വീണ് ഇവർ 2 പേരും മരണപ്പെട്ടു. പരിസരത്ത് ആരുമില്ല. മരണം ഏകദേശം ഉറപ്പായി. അവർ പരിക്ക് പറ്റി കുറച്ച് സമയം കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ആരും രക്ഷിക്കാൻ എത്തിയില്ല. ആ മൃതദേഹത്തിന് ഈ നായ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. കൊടിയ തണുപ്പാണ്, വിജനത, ഇരുട്ട്. പക്ഷെ അതൊന്നും ആ നായയെ പിന്നോട്ട് വലിച്ചില്ല എന്നുള്ളതാണ്. ആരെങ്കിലും കൂടെ ഈ ഉറ്റവരുടെ മൃതദേഹം ആരെങ്കിലും ഒന്ന് കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ അത് നിർത്താതെ 2 ദിവസം കുറയ്ക്കുകയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല. അതും സഹിക്കാൻ കഴിയാത്ത അത്രയും തണുപ്പും പ്രതികൂല കാലാവസ്ഥയും. എന്നിരുന്നാലും ഇതിൻ്റെ അടുത്തുനിന്ന് പോകാനേ ഈ നായ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഈ 4 പേരുടെ സംഘമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ല. അപ്പോൾ 2 പേര് മടങ്ങിപ്പോയിരുന്നു. ഇവരെ കാണാനില്ല എന്ന് പോലീസിൽ പരാതി നൽകുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ അപകടം, ഈ മേഖലയിൽ അപകടം വളരെ സാധാരണമാണ്. കാരണം അത്രയും സാഹസികത നിറഞ്ഞ ഒരു ട്രെക്കിംഗ് ആണിത്. അപ്പോൾ ഇങ്ങനെ റെസ്ക്യൂ ടീം ഇറങ്ങുകയാണ് ഇവരെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഈ നായയുടെ കുര കേട്ട് ഇതിൻ്റെ അടുത്തേക്ക്, ഈ മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ എത്തുന്നത്. അങ്ങനെയാണ്. ഇത്രത്തോളം സ്നേഹം പ്രകടിപ്പിക്കുന്ന, കൂറ് കാണിക്കുന്ന മറ്റൊരു ജീവി ഉണ്ടോ എന്ന് സംശയമാണ്. ഉറ്റവരും ഉടയവരും പോലും ഇട്ടിട്ട് പോകുന്ന ഈ കാലത്താണ് ഇത്രയും നല്ല മനസ്സുള്ള ജീവികൾ നമ്മൾ എല്ലാവരും മാതൃകയാക്കണമെന്നുള്ളതാണ്. മൃതദേഹം താഴെ എത്തിക്കുന്നത് വരെയും ഈ നായ ഇവരോടൊപ്പം തന്നെ മൃതദേഹത്തിനൊപ്പം ചെന്നു. പിന്നീട് വീട്ടുകാരോടൊപ്പം ഈ നായ മടങ്ങി പോവുകയാണ് ചെയ്തത്. നമ്മൾ ഇതിനു മുമ്പും നായയുടെ സ്നേഹവും കൂറും ഒക്കെ കാണിക്കുന്ന ഒരുപാട് വാർത്തകൾ തത്സമയത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. എല്ലാവരും മാതൃകയാക്കേണ്ട, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് മനുഷ്യത്വവും സഹാനുഭൂതിയും ഒക്കെ മനുഷ്യർക്ക് മാത്രമല്ല ഇങ്ങനെ ജീവികൾക്കുമൊക്കെ ഒരുപാടാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ ഒരു നായ എന്ന് പറയുന്നത്. ശരിയാണ് അക്ഷയ. വളരെ നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട് മനുഷ്യരെ കണ്ടുപഠിക്കൂ എന്ന് പറയും. പക്ഷേ ഇപ്പോൾ മൃഗങ്ങളെ കണ്ടുപഠിക്കൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മൃഗങ്ങളെ ഒരിക്കലും മോശക്കാരാക്കിക്കൊണ്ടല്ലാതെ നായകളുടെ സ്നേഹം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരുപാട് പേർക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവും. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അവരുടെ വീട്ടിലെ ഇത്തരം ഓമന മൃഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സ്നേഹമൊക്കെ ധാരാളം ആസ്വദിക്കുന്ന മനുഷ്യരുണ്ടാവും അല്ലേ? അവരുടെയൊക്കെ ഉള്ളു നിറയുന്നുണ്ടാവും ഇത് കേൾക്കുമ്പോൾ. ശരി അക്ഷയ.